സത്യം ചെയ്യുന്നു, നീ കരുതുന്നത് പോലെയല്ല. എന്താ നീ പറയുന്നേ? കാണുന്നത് പോലെയല്ല കാര്യങ്ങൾ. നീ ഹെയർ സ്റ്റൈൽ ചെയ്യാൻ പോവുകയാണെന്നല്ലേ പറഞ്ഞത്? എന്താ വിശേഷം? ഞാൻ മുടി ചെയ്തതാണ്. ഞാൻ മുടി ചെയ്യാൻ വന്നതാണ്. കാറിൽ നിന്ന് ഇറങ്ങ്. കാറിൽ നിന്ന് ഇറങ്ങാൻ. നീ കാറിൽ നിന്ന് ഇറങ്ങണ്ട. എല്ലാവരും കാണുമ്പോഴെങ്കിലും ഇറങ്ങ്. ഹേയ് ഓ എന്താ കാര്യം? എന്താ വിശേഷം? നീ എന്താ ഉദ്ദേശിച്ചത്? ഇവൻ എന്റെ ടയർ ശരിയാക്കാൻ സഹായിക്കുകയാണ്. അയ്യോ കഷ്ടം. നീ ചെയ്തത് അതാണെന്നാണ് ഞാൻ പറഞ്ഞത്. A man catches his girlfriend in a suspicious situation with another guy. Instead of giving a straight answer, she insists it's all a misunderstanding and claims the man was only helping her fix a flat tire. Right from the beginning, the excuses don't seem to match what he's seeing. അതെ, അതൊന്നു മാത്രമായിരുന്നു. നീ ടിൻഡറിലും ബംബിളിലുമുണ്ട്. ടിൻഡർ ഗോൾഡിനായി പണം മുടക്കുന്നുണ്ടെന്നും എനിക്കറിയാം. ഇതൊന്നും ഒറ്റത്തവണ നടന്നതാണെന്ന് തോന്നുന്നില്ല. നീ ടിൻഡർ ഗോൾഡിന് പണം നൽകുന്നുണ്ടെങ്കിൽ കൂടുതൽ ആളുകളെ ആകർഷിക്കാൻ നീ ശ്രമിക്കുകയാണെന്ന് വ്യക്തം. അന്ന് ഞാൻ നിയന്ത്രണം വിട്ടുപോയതാണ്. Another woman breaks down crying after her partner discovers she has active Tinder and Bumble accounts. Even though she insists it only happened once, the evidence tells a different story, making it difficult for him to believe her explanation. നീ എന്തിനാ അവിടെ നിൽക്കുന്നത്? നീ എവിടെയായിരുന്നു? ഞാൻ വെറുതെ നടക്കാൻ പോയതാണ്. പുലർച്ചെ 3 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. നിന്നെ ഉണർത്തണ്ട എന്ന് കരുതി. അതുകൊണ്ട് ഞാൻ വെറുതെ. നീ ചെരുപ്പിട്ട് നടക്കാൻ പോയോ? അല്ല, അത് പുറത്ത് നല്ല തണുപ്പുമുണ്ട്. ഞാൻ വ്യായാമം ചെയ്യാൻ ഒന്നും പോയതല്ല. ഞാൻ വെറുതെ നടക്കാൻ ഇറങ്ങിയതാണ്. എനിക്കറിയില്ല, അതൊന്നും മനസ്സിന് ശാന്തത നൽകുമെന്ന് തോന്നി. നീ ഒരണിക്ക് പോയതാണ്. ഇപ്പോൾ പുലർച്ചെ 3 മണി കഴിഞ്ഞ് 30 മിനിറ്റായി. കാരണം ഞാൻ 1 മണിക്ക് എഴുന്നേറ്റപ്പോൾ നീ കട്ടിലുണ്ടായിരുന്നില്ല. ഞാൻ പരിഭ്രമിച്ച് നീ എവിടെയാണെന്ന് ആലോചിക്കുകയായിരുന്നു. ഞാൻ വീട് മുഴുവൻ തിരഞ്ഞു. ഞാൻ നിന്നെ വിളിക്കാൻ ശ്രമിച്ചു. എനിക്ക് നിന്റെ മിസ്ഡ് കോളൊന്നും ലഭിച്ചില്ല. നിന്റെ ഫോൺ ഡു നോട്ട് ഡിസ്റ്റർബ് മോഡിലായിരുന്നു. ഞാൻ പലതവണ വിളിച്ചിട്ടും വോയിസ് മെയിലിലേക്കാണ് പോയത്. ശരി. അപ്പോൾ നിനക്ക് ടിൻഡർ അക്കൗണ്ട് ഉള്ളതിനും നീ പുറത്തുപോയതിനും എന്തെങ്കിലും ബന്ധമുണ്ടോ? എന്ത് ടിൻഡർ അക്കൗണ്ടിനെ കുറിച്ചാണ് നീ പറയുന്നത്? എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ആലോചിച്ച് എന്റെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമായിരുന്നു. നീ എന്നെ വഞ്ചിക്കുകയാണെന്ന് മാത്രമേ എനിക്ക് അപ്പോൾ ചിന്തിക്കാൻ കഴിഞ്ഞുള്ളൂ. അതുകൊണ്ട് ഞാൻ അന്വേഷിച്ചപ്പോൾ നിനക്ക് സജീവമായ ഒരു ടിൻഡർ അക്കൗണ്ട് ഉണ്ടെന്ന് മനസ്സിലായി. ഇന്നത്തെ തീയതിയിൽ നീ അതിൽ സജീവമായിരുന്നു, അതായത് അർദ്ധരാത്രിക്ക് ശേഷം. അതുകൊണ്ട് ആരോടെങ്കിലും കാണാൻ സംസാരിച്ചിരിക്കണം. അതിനാണ് നീ 2 മണിക്കൂർ അവിടെ ചിലവഴിച്ചത്. ശരി, നമുക്കിത് രാവിലെ സംസാരിച്ചുകൂടെ? കാരണം എനിക്ക് ഉറങ്ങാൻ പോകണം. എനിക്ക് ക്ഷീണമാണ്. അതുപോലെ വേഷം ധരിച്ച് നീ ആരോടൊപ്പമാണ് കറങ്ങിയത്? ഉറക്കമുണർന്ന രൂപത്തിൽ നടന്നു നീ ഏതുതരം പുരുഷന്മാരുമായാണ് കറങ്ങുന്നത്? A husband questions why his wife disappeared in the middle of the night for hours. She says she simply went for a walk because she couldn't sleep, but when he reveals he found an active Tinder profile, the conversation becomes much more serious. ഒന്ന് നോക്കൂ, അത് മറ്റൊരുത്തനോടൊപ്പമുള്ള കെയ്ലയാണ്. ഞങ്ങൾ നിന്നെ പിന്തുടർന്നു. അവൻ വെറുമൊരു സുഹൃത്താണ്. ഇതാ നോക്കൂ, ഇതൊരു സൗഹൃദം മാത്രമാണ്. വളരെ സൗഹൃദപരം. അവൻ എന്റെ സുഹൃത്ത് മാത്രമാണ്. അതല്ല. ശരി, പിന്നെന്തിനാണ് നീ നിന്റെ സുഹൃത്തിന്റെ കൈ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്? പിന്നെ നോക്കൂ, അവർ നടക്കുന്നത് കണ്ടോ? അവർ കൈകോർത്ത് നടക്കുന്നത് ഞങ്ങൾ കണ്ടുപിടിച്ചു. അത് ഞാനാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ ഉറപ്പിച്ചു പറയാൻ കഴിയും? നോക്കൂ, അവർ എന്താണ്? ശരി, അതെന്താണ്? ആ ആൾ എന്തിനാണ് നിന്നെ ചുമലിൽ എടുത്തു നടക്കുന്നത്? അതെയല്ലേ, അവിടെ വെച്ച് എന്റെ കാലൊന്നു ഒളുക്കി. അവൻ വളരെ നല്ലൊരു സുഹൃത്താണ്. പിന്നെ ഇതൊന്നു നോക്കൂ. തുടങ്ങിക്കോളൂ മാർക്കസ്. ഇതൊന്നു നോക്കൂ. ആരാണ് എന്നെ ചാരപ്പണി ചെയ്തത്? അയ്യോ മാർക്കസ്. സാരമില്ല. അല്ല, ഇതൊന്നും ശരിയല്ല. 5 വർഷത്തിനു ശേഷം ഇതെന്താണ് കാണിക്കുന്നത്? ഒന്ന് വിശദീകരിക്കാമോ? അവന്റെ താടിയിൽ എന്തോ ഉണ്ട്. അവന്റെ താടിയിൽ. അതൊന്നും വിചിത്രമല്ലായിരുന്നു. ഇത് സന്ദർഭത്തിന് പുറത്തുള്ള കാര്യം. One woman is confronted with surveillance footage showing her spending time with another man. She repeatedly calls him just a friend, even after being shown photos of them holding hands and walking closely together, but her explanations fail to convince her partner. നീ എന്ത് ചെയ്തു എന്നതിൽ എനിക്ക് താല്പര്യമില്ല. ശുഭരാത്രി. കേൾക്കൂ, നീ എന്ത് ചെയ്തു എന്ന് എനിക്ക് കേൾക്കണ്ട. ഹേയ് കേൾക്കൂ, നീ ഒന്നും ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് പ്രശ്നമല്ല. വീട്ടിൽ പോയി എന്റെ നമ്പർ ഡിലീറ്റ് ചെയ്യുക. ഓ ശരി. സത്യം പറയുകയാണെങ്കിൽ. എന്തിന്? ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. സത്യം പറയുകയാണെങ്കിൽ. ഞാൻ അതിലൊന്നും ചെയ്തിട്ടില്ല. ഹേയ്, സത്യം പറയുകയാണെങ്കിൽ. സത്യം പറയുകയാണെങ്കിൽ വീട്ടിൽ പോയി എന്റെ നമ്പർ ഡിലീറ്റ് ചെയ്യുക. എന്തിനാണ് നീ ചാറ്റ് വായിക്കുന്നത്? ഞാനല്ല. ഹേയ്, ഞാനല്ല. നീ ഒരുപാട് അമിതമായി ചിന്തിക്കുന്നു. കേൾക്കൂ, ഞാൻ ചാറ്റ് വായിക്കുന്നില്ല. അതെ, നീ വായിക്കുന്നുണ്ട്. ഞാൻ നിന്റെ മെസ്സേജ് വായിക്കുകയാണ്. ഞാൻ ചാറ്റ് ചെയ്യാം. ഹേയ്. A relationship reaches its breaking point as a man tells his girlfriend to leave and delete his number. Instead of accepting responsibility, she argues with him and even threatens to involve the police after claiming he pushed her, escalating an already tense situation. കേൾക്കൂ, നീ ഒരു പുരുഷനുമായി ഫോണിലാണോ? ബ്രോ, ഞാൻ പോലീസിനെ വിളിക്കാൻ പോവുകയാണ്. ബ്രോ, നിർത്തൂ. ഇപ്പോൾ പോലീസിനെ വിളിക്കൂ.
പോലീസിനെ വിളിക്കൂ ബ്രോ. എന്നെ കേൾക്കൂ, ഞാൻ അവൻ എന്നെ തള്ളിയിട്ടു. അവൻ എന്നെ അങ്ങനെ Another confrontation reveals a woman hiding another man in her car before later meeting someone else for coffee. She insists everything is innocent, but her behavior and body language leave her partner questioning the truth. കാണുന്നത് പോലെയല്ല. നീ എന്താ ഉദ്ദേശിച്ചത്? ഇത് കാണുന്നത് പോലെയല്ല. നീ മുടി സെറ്റ് ചെയ്യാൻ പോവുകയാണെന്നാണ് ഞാൻ കരുതിയത്. എന്താ വിശേഷം? ഞാൻ മുടി സെറ്റ് ചെയ്തു. കാറിൽ നിന്ന് ഇറങ്ങാനാണ് ഞാൻ വന്നത്. ഇറങ്ങൂ, കാറിൽ നിന്ന് ഇറങ്ങൂ. നീ കാറിൽ നിന്ന് ഇറങ്ങേണ്ടതില്ല. കാറിൽ നിന്ന് ഇറങ്ങൂ. പൊതുസ്ഥലത്ത് കാറിൽ വെച്ച് നിർത്തൂ. ആരുമില്ല. ഹേയ് ഹേയ്. ഓ എന്താ വിശേഷം ബ്രോ? എന്തൊക്കെയുണ്ട്? നീ എന്താ ഉദ്ദേശിച്ചത്? പിന്നോട്ട് വാ. എന്റെ ടയർ നന്നാക്കാൻ അവൻ സഹായിക്കാൻ നോക്കിയത്. ദൈവമേ, നീ ചെയ്യുന്നത് അതാണെന്നാണ് ഞാൻ പറയുന്നത്. A planned meetup quickly falls apart when a woman is caught getting unusually close to another man. Although she argues nothing happened, the affectionate behavior is enough to seriously damage the trust in the relationship. മാർക്ക്, അങ്ങനെയല്ല, ഞാൻ ജസ്റ്റ്. ഹേയ് മാൻ, ഞങ്ങൾ വെറുതെ കോഫി കുടിക്കുകയാണ്. അങ്ങനെ ചിരിക്കുന്നു. അവൻ ഇവിടെയില്ല. വേണ്ട, എനിക്ക് മതിയായി. നിങ്ങളുടെ കോഫി ആസ്വദിക്കൂ. A man uncovers proof that his girlfriend has secretly been meeting another man named Brian. After confronting her with the evidence, he decides to end the relationship immediately and asks her to leave. നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? നീ വെറുതെ ബ്രോ. എനിക്ക് അവൾ ചുംബിക്കുന്നത് കാണേണ്ടതില്ല. അവൾ ചുംബിക്കാൻ പോവുകയാണ്. ഡോണിന് ആ കാര്യം സാധിച്ചില്ല, പക്ഷേ കുഴപ്പമില്ല. അവൻ നന്നായി തന്നെ ചെയ്തു. അവൾ പിന്നീട് അവനെ കാണാൻ തയ്യാറാണെന്ന് തന്നെയാണ് തോന്നിയത്. ഇതൊരു വലിയ പരാജയമാണ്. ഒരുപക്ഷെ ഡോൺ അവളെ 2ാം ദിവസത്തെ ഔട്ടിങ്ങിന് കൊണ്ടുപോകാനുള്ള മൂഡിലായിരിക്കാം. എനിക്കറിയില്ല. അതൊക്കെ പോട്ടെ. നിങ്ങൾ എല്ലാവരും ടാക്കീസ് കരുതിയിട്ടുണ്ടെന്ന് കരുതുന്നു. ഇതെന്താണ്? നിങ്ങൾ ഇവിടെ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ഇവിടെ കാണാൻ വന്നതാണോ? നമ്മൾ ഇവിടെ വന്നത് ചില സംഗീത പരിപാടികൾക്ക് വേണ്ടിയാണ്. നീ ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഇതെന്താണെന്ന് നിനക്കറിയാമോ? ഞങ്ങൾ ഇത് മുഴുവൻ സമയവും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. മുഴുവൻ സമയവും. നീ കാര്യമായിട്ടാണോ പറയുന്നത്? നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു പുതപ്പുണ്ട്. എന്നെ തള്ളാൻ നോക്കണ്ട. ഒന്ന് നോക്കിയേ നിന്നെ തന്നെ. നിന്നെ ഇപ്പോൾ കാണുന്നത്. A married woman is confronted over an active Tinder profile. Even after being shown proof that the account was recently active, she denies using it. Her husband chooses to take their children to a safe place while he processes the situation. നീ എന്താണ് ചെയ്യുന്നത്? ഞാൻ അടുത്തുള്ള എന്തെങ്കിലും നോക്കുകയാണ്. ഓ അതെ. ഇന്നത്തേക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഉണ്ട്. ഞാൻ നിന്നോട് പറഞ്ഞതാണല്ലോ ജെസിക്കയുടെ കൂടെ പുറത്തു പോകുമെന്ന്. നീ പോകാൻ ഉദ്ദേശിച്ചത്. ഇന്ന് രാത്രി കുറച്ച് ഡ്രിങ്ക്സ് കഴിക്കാൻ. നിങ്ങളും ജെസിക്കയും മാത്രം? അതെ. ഓ, പിന്നെ ബ്രയാന്റെ കാര്യമോ? നീ എന്താണ് ഈ പറയുന്നത്? അവിടെയുള്ള ടിവിയിൽ കാണിക്കുന്നത് അനുസരിച്ച് നീ ഇന്ന് ബ്രയാനെ കാണാൻ പോകാൻ ഉദ്ദേശിച്ചതാണല്ലോ. നീ അവനെ പലതവണ കണ്ടു എന്നാണ് തോന്നുന്നത്. എന്താണ് വിശേഷം? ഇത് ഓഫ് ചെയ്യാൻ മറക്കുന്നത്ര മണ്ടനാണോ നീ? അതെ. എനിക്കറിയില്ല. എന്ത്? നിനക്ക് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ലേ? ഇല്ല, എനിക്ക് ഇപ്പോൾ എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. ശരി, എങ്കിൽ പിന്നെ എന്തുകൊണ്ട് നിന്റെ ബാഗ് പാക്ക് ചെയ്ത് ബ്രയാന്റെ വീട്ടിലേക്ക് പോയി കൂടെ? അല്ല, വേണ്ട, ഇല്ല, ഞാൻ പോകില്ല. അല്ല, നീ പോയേ പറ്റൂ. നീ ബ്രയാന്റെ വീട്ടിൽ പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് പ്രശ്നമില്ല. ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ നോക്ക്. നീ എന്നെ പുറത്താക്കുകയാണോ? അതെ, ഞാൻ നിന്നെ പുറത്താക്കുകയാണ്. നീ എന്റെ മുഖത്ത് നോക്കി നുണ പറയുകയായിരുന്നു. നീ എന്റെ മുഖത്ത് നോക്കി നുണ പറഞ്ഞു. ഞാൻ നിന്റെ 3 അടി പിന്നിൽ നിൽക്കുമ്പോൾ നീ എന്നെ വഞ്ചിക്കുകയായിരുന്നു. A husband reveals that security cameras at their beach house captured his wife with another man. She attempts to dismiss his accusations, but the recorded footage leaves little room for doubt, and the confrontation quickly escalates. ഹേയ്, നീ എവിടെയാണ്? ഒന്ന് നിൽക്ക്. കുട്ടികൾ ഉറക്കത്തിലാണ്. ഞാൻ എന്റെ അമ്മയുടെ അടുത്തേക്ക് പോവുകയാണ്. എന്തിന്? എങ്കിലും ഇതിൽ എന്താണ് നടക്കുന്നത്? നീ എന്ത് കളിയാണ് ഇവിടെ കളിക്കാൻ നോക്കുന്നത്? ഇതൊരു കളിയാണെന്ന് നീ എന്തിനാണ് കരുതുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ കാര്യങ്ങൾ വളരെ വ്യക്തമായി തന്നെ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. നിന്റെ ടിൻഡർ പ്രൊഫൈൽ ഞാൻ കണ്ടെത്തി. അതുകൊണ്ട് കുട്ടികളുമായി ഞാൻ ഇന്ന് രാത്രി എന്റെ അമ്മയുടെ അടുത്തേക്ക് പോവുകയാണ്. എനിക്ക് വേണം.
ഒരു ടിൻഡർ പ്രൊഫൈൽ. അതെ, ശരിയാണ്. അതൊരു ടിൻഡർ പ്രൊഫൈലാണ്. അതൊരു പ്രശ്നമാണ്. നമ്മൾ വിവാഹിതരാണ്. അതൊരു സജീവമായ ടിൻഡർ പ്രൊഫൈലല്ല. അതൊരു വളരെ സജീവമായ ടിൻഡർ പ്രൊഫൈലാണ്. നീ ഒടുവിലായി അത് ഉപയോഗിച്ചത് ഒക്ടോബർ 24-നാണ്. നിനക്ക് കുറഞ്ഞപക്ഷം നമ്മുടെ മകളെ തിരികെ കൊണ്ടുവരാമല്ലോ. വേണ്ട, ഇന്ന് രാത്രി ഞാൻ അതിന് തയ്യാറല്ല. ഞങ്ങൾ നാളെ തിരിച്ചു വരാം. എനിക്ക് കുറച്ച് സ്ഥലം ആവശ്യമാണ് സുഹൃത്തെ. എനിക്ക് കഴിയും. ഞാൻ ഇതിനകം പോയി കഴിഞ്ഞു. നിനക്ക് എന്നെ തടയാനാവില്ല. ഞങ്ങൾ നാളെ കാണാം. യാത്ര. A husband unexpectedly finds his wife at a restaurant after she claimed she was out with a friend. The scene becomes awkward when he notices clear signs that she wasn't alone, leaving her with very little to say in her defense.